ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ജാതിക്കയുടെ തൊണ്ട് കൊണ്ടുള്ള അച്ചാറാണ്. സാധാരണ ജാതിപത്രിയും ജാതിക്കുരുവും ഒക്കെ നമ്മൾ എടുക്കും, പക്ഷെ ജാതിക്കയുടെ തൊണ്ട് നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ആ ജാതിക്കയുടെ തൊണ്ട് കൊണ്ട് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ആ ജാതിക്ക തൊണ്ട് കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ജാതിക്കയുടെ അച്ചാറാണല്ലോ തയ്യാറാക്കുന്നത്. ജാതിക്കയുടെ ഈ തൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ തൊണ്ട് കൊണ്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. ഇത് ഞാൻ ചെറുതായി അരിഞ്ഞ് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് വിനാഗിരിയും പുരട്ടി ഇന്നലെ വെച്ചതാട്ടോ. ഒരു ദിവസം അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ജാതിക്കയിലേക്ക് ആ ഉപ്പൊക്കെ ശരിക്കും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ലെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അതൊഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 കുടം വെളുത്തുള്ളി കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ നമ്മുടെ സാദാ ചില്ലി പൗഡർ എരിവുള്ളത് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്ക ഉണ്ടല്ലോ, നമ്മൾ ഉപ്പും കുറച്ച് വിനാഗിരിയും പുരട്ടി ഇന്നലെ വെച്ചിരിക്കുന്ന കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിൽ ജാതിക്കയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാട്ടോ അരിഞ്ഞത്. ചിലർ തൊലിയോട് കൂടെയൊക്കെ തന്നെ അരിയാറുണ്ട്. എനിക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ വിനാഗിരി ഉപ്പും പുരട്ടി വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആവട്ടെ ഇതിന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ജാതിക്കയ്ക്ക് പുളിയുണ്ട്, അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പുളി മുളകൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇടണം കേട്ടോ. നിങ്ങൾ എത്ര ജാതിക്ക എടുക്കുന്നുണ്ടോ അതനുസരിച്ച് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉലുവപ്പൊടി എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി അതനുസരിച്ച് കൂട്ടണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 20-25 ജാതിക്കയോളം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഞാൻ ഇതിനകത്ത് പൊടികളൊക്കെ എടുത്തിരിക്കുന്നത്. അതുപോലെ വിനാഗിരി എല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വേണം എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി എടുക്കാൻ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് വേവിക്കണം. കാരണം വെച്ചാൽ ജാതിക്കയ്ക്ക് കുറച്ച് കട്ടിയുണ്ടല്ലോ. അപ്പോൾ ഓവറായിട്ട് വേവിക്കണ്ട, നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഒരു 3 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ വേവിച്ച് കഴിഞ്ഞു കേട്ടോ. ഓവറായിട്ട് വേവിക്കേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ഇടാം. കായത്തിൻ്റെ പൊടി കേട്ടോ. നിങ്ങളിപ്പം മറ്റേ കട്ടിയുള്ള കായമാണെങ്കിൽ അത് വറുത്ത് പൊടിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പുരട്ടി വെച്ച ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. ഇന്ന് ഉപ്പിടേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റാണ് ഇതിൻ്റെ ഉപ്പ്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലിലാക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജാതിക്ക തൊണ്ട് കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആരും ജാതിക്ക തൊണ്ട് കളയരുത്, അച്ചാർ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.